ഇന്ന് നമ്മുടെ നാട്ടിൽ ഓട് വീടുകൾ പോലുമില്ല. അപൂർവം ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഉണ്ടാവാം, അത് ഒരു 5% താഴെ. അതൊരു മോശമായ അവസ്ഥ ആയതുകൊണ്ട് പറയല്ല. പക്ഷേ പൊതുവെ അതിദാരിദ്ര്യം എന്നത് നമ്മുടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരു വാചകമായി മാറിയത് പ്രവാസികളുടെ കൂടി സംഭാവനയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെ അവഗണിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വെൽഫെയർ പാർട്ടിക്കുള്ളത്? ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഒരു കക്ഷിക്കും മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ല നമ്മുടെ ഈ സംവിധാനത്തിലുള്ളത്. നമ്മൾ പറയുന്ന വലിയ രാഷ്ട്രീയ കക്ഷികൾ പോലും മറ്റൊരു വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശേഷിച്ച് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ചേന്നമംഗലൂരിലെ എല്ലാ വികസനങ്ങളും നടന്നത്. ഓരോ ഇലക്ഷൻ ചേന്നമംഗലൂർ വരുമ്പോഴും കേൾക്കുന്നതാണ് പോളി പട്ടയം എന്നുള്ളത്. ഈ മുഖ്യധാര രാഷ്ട്രീയക്കാരാണ് ഈ വിഷയത്തെ നിരന്തരം ചർച്ചയ്ക്ക് വെക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? 21 കൗൺസിലർ കാര്യമായി എന്തോ അധികം ചെയ്തു എന്നൊരു വാട്സപ്പ് പ്രചരണം കാര്യമായി നടക്കുന്നുണ്ട്. ഒരേ കളവ് 1000 പ്രാവശ്യം ആവർത്തിക്കുന്ന രീതിയിലാണ് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.